ഓടിച്ചിട്ടുണ്ട്, മഴയത്ത് സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്, മഞ്ഞിൽ സൈക്കിൾ ഓടിച്ചാ ഞാൻ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് നോക്കാലോ. ഇനി എന്നെ കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവർക്കായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് താഴത്തേക്ക് നോക്കിയാൽ ഒരു ഉറുമ്പ് പോകുന്ന പോലെ ഒരാൾ പോകുന്ന കാണാം. അതാണ് കേട്ടനെ. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കട്ടിയായിട്ടുള്ള സ്നോയിലൂടെ ഒരു സൈക്കിൾ യാത്ര. ഇനി ഇതിലെന്താ ഇത്ര വലിയ കാര്യമെന്ന് ചോദിക്കാൻ വരട്ടെ. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെറുതോ വലുതോ ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിൻ്റെ ലെവലൊന്ന് വേറെ തന്നെയല്ലേ. പ്രത്യേകിച്ച് എന്നെപ്പോലെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവർക്ക്. ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് കുറേ ദിവസമായി. പക്ഷേങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലെന്നേ. ഇന്ന് സ്നോ ആണെങ്കിൽ നാളത്തേക്ക് പെട്ടെന്നായിരിക്കും ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുക. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, വന്ന സ്നോ ഒക്കെ ഒരു മര്യാദയില്ലാതെ അങ്ങോട്ട് പോകും. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെ നല്ല ടെമ്പറേച്ചർ ഡൗൺ ആയിട്ട് തന്നെയാണ്. കൂടാതെ ഇടക്കിടക്ക് നല്ല സ്നോ ഫോൾസും ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ സൈക്കിൾ ഓടിച്ച് പോകുന്നതിൽ വലിയ സീനില്ല. എന്നാൽ ടെമ്പറേച്ചർ പെട്ടെന്ന് ഇൻക്രീസ് ആയാൽ ഈ കാണുന്ന സ്നോ ഒക്കെ ഉരുകുന്നൊരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ റോഡൊക്കെ ഭയങ്കര സ്ലിപ്പറി ആവും. ഞാൻ തന്നെ 2-3 തവണ മൂക്കടിച്ച് വീഴാൻ നിന്നിന്. ഇങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ ഞാൻ വീണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടുത്തെ അതോറിറ്റീസ് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ ഈ സിറ്റുവേഷൻസിൽ. അതായത് റോഡിലെ സ്നോ ഒക്കെ ക്ലിയർ ചെയ്യുക, ആ ക്ലിയർ ചെയ്ത റോഡിൽ ചരളൊക്കെ ഇട്ടിട്ട് ആ റോഡിൻ്റെ ഗ്രിപ്പ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഓഹ്, ഇനി പറയും പോലെ അല്ല കേട്ടാ. ഈ തണുപ്പത്ത് സൈക്കിൾ ഓടിക്കാന്ന് പറയുന്നത് അത്ര വലിയ ഈസി പരിപാടിയല്ല. ഒരു 1 hour ഒക്കെ ഈസി ആയിട്ട് അങ്ങ് പോവും. പിന്നെ എനർജി എങ്ങനെയാണ് ഡ്രെയിൻ ആവുന്നത് നമുക്ക് തന്നെ തരൂല. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടുത്തെ ആൾക്കാരുടെ കയ്യിൽ കൂടുതലും സൈക്കിളാണ് കേട്ടോ ഞാൻ കണ്ടത്. കാർ ഉണ്ടെങ്കിൽ പോലും ഐ തിങ്ക് അവർ പ്രിഫർ ചെയ്യുന്നത് സൈക്കിളാണെന്ന് തോന്നുന്നു. ചെറിയ മക്കൾ മുതൽ പ്രായമായിട്ടുള്ള അച്ചാച്ചന്മാരെ വരെ കാണാം സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ പോകുന്ന ഈ കൊടും തണുപ്പിൽ. പിന്നെ സൈക്ലിങ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ അത് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. നാട്ടിൽ നിരത്തി 2-3 ദിവസം മഴ പെയ്യുമ്പോൾ പുതപ്പിൻ്റെ അടി കൂടുന്ന ഞാനൊക്കെയാണ് ഈ കൊടും തണുപ്പിൽ ഇവിടെ വന്നിട്ട് സൈക്കിൾ ഓടിക്കുന്നത്. വെൽ ഡൺ പാഞ്ചു. ശരിക്കും പറഞ്ഞാൽ പുറത്തെ വ്യൂസ് ഒക്കെ എൻജോയ് ചെയ്യാൻ എന്നും കൂടി വിചാരിച്ചാട്ടാ സൈക്കിൾ എടുത്ത് ഇറങ്ങി. പിന്നെ മനസ്സിലായത് മഞ്ഞ് കാരണം എല്ലാടെ നോക്കുമ്പോൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഉണ്ടെന്ന്. നാട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴൊക്കെയോ സൈക്കിൾ ഓടിച്ച ഞാനാ. ഇവിടെ വന്ന സൈക്കിൾ ഓടിച്ചപ്പോൾ ഫസ്റ്റൊന്നും എനിക്കൊട്ടും ബാലൻസ് ഉണ്ടായിരുന്നില്ല. അതിലൂടെ ഇതിലൂടെയൊക്കെ പോകുന്ന അമ്മമ്മമാരെയും അച്ചാച്ചന്മാരെയൊക്കെ കൊണ്ടു അടിക്കാൻ നിന്നായിരുന്നു ഞാൻ. അവരൊന്നും എന്നെ പറഞ്ഞില്ല. ഇനിയിപ്പം തെറി പറഞ്ഞാലും അതെനിക്ക് മനസ്സിലാവില്ലല്ലോ. പിന്നെ ഞാൻ ഓടിച്ചു പോകുന്ന ആ ഒരു ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾ? അതായത് ഇവിടെ സൈക്കിളിനായിട്ട് ഒരു പ്രത്യേക റോഡുണ്ട്. അതുവഴി അങ്ങ് ഓടിച്ചു പോയാൽ മതി. അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി ഇതങ്ങ് വണ്ടിക്ക് അടിച്ചു കൊടുക്കുന്നോ, വേറെ വണ്ടി വന്നിട്ട് നമുക്കിട്ട് കുത്തി തരുമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കണ്ട. ആദ്യം ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും മേജർ സ്പോട്ടിൽ പോയിട്ട് അവിടുന്ന് സൈക്കിൾ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് ഇടാന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട, അത്ര ദൂരമൊന്നും സൈക്കിൾ ഓടിച്ച് പോകാനുള്ള ത്രാണി എനിക്കില്ല. ഒന്നാമത് ഞാനും ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് ഇതുവരെ ഒരു ധാരണയിലെത്തിയില്ല. എത്തിക്കഴിയും നമുക്ക് അത്രയും ദൂരത്തേക്കുള്ള ട്രിപ്പൊക്കെ പോവാം സൈക്കിളിൽ. വിൻ്റർ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിട്ടാണ്. നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും ആക്റ്റീവായി നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാകും. കാരണം ഇവിടെ സൂര്യപ്രകാശം ഇല്ലാതാകുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പോലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്.
അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ഓവർകം ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ മെൻ്റലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് കാര്യമായി ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. കൊടും തണുപ്പിൽ ജോഗിങ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാനും പറ്റും. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ എൻ്റെ സൈക്കിൾ സഫാരി. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ബൈ.